സ്കൂളിൽ പോകാന്നൊക്കെ പോയി രാവിലത്തെ ചായ കുടിക്കുക. അപ്പൊ ചായ കാണിച്ചു ഞാൻ പോയിട്ട് വരാം. അസ്സലാമലൈക്കും. ശ്രദ്ധിച്ചു പോണട്ടാ. ആ ചെല്ലി പറഞ്ഞിട്ട് പോ. അപ്പൊ മോൻ പറഞ്ഞ പോലെ ഞങ്ങളിന്ന് പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥന ഉണ്ടാവണം. ഇൻഷാ അല്ലാഹ് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് വരും. അപ്പോൾ നമ്മൾ ഇന്നത്തെ സ്പെഷ്യല് പൂരിയും കടല മസാലയാണ്. കാബൂളി കടല മസാല ആക്കിയതും പൂരി കട്ടൻ ചായ. ചായക്കടി എന്താണ്? ഉമ്മ നല്ല തട്ടാണ് കേട്ടോ. കുറെ നേരായി നിക്കണില്ല. മതി നിർത്തിക്കാലേ. കണക്കും കിട്ടി. ആ നമ്മ 3 4 ഇട്ട് തിന്നിട്ടുള്ളൂ കേട്ടോ. ഞാൻ പിന്നെ ആകെ 2 കഴിക്കാം. എനിക്കാകെ പിന്നെ നിർത്തി തോന്നണം. അപ്പൊ ഫ്രണ്ട്സ്, നല്ല ഉലുവൊക്കെ വേവിച്ചിട്ടുണ്ട്. നമ്മളിപ്പോ കർക്കിടക മാസമൊക്കെ ആയപ്പോ ഉമ്മാക്ക് ഉലുവക്കഞ്ഞി കുടിക്കണം. 3 ദിവസം ഉലുവക്കഞ്ഞി കുടിക്കും. അപ്പൊ അതിന് നമ്മൾ ഉലുവ നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചക്കര ഉരുക്കിയിട്ട് ഒഴിച്ചു കൊടുക്കും. ഓക്കെ, 2 കഷ്ണം ശർക്കര ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വരുന്നതിന് ശേഷം, നന്നായി മെൽറ്റ് ആയതിന് ശേഷം നമ്മളിത് ഉലുവയ്ക്ക് ഒഴിച്ചു കൊടുക്കും. പിന്നെ കുറച്ച് തേങ്ങ ചെറുവീതും ഒക്കെ ഇട്ട് നമ്മളെ ഉലുവക്കഞ്ഞി സെറ്റായിട്ടോ. അപ്പം ഈ കർക്കിടക മാസം നമുക്ക് നല്ലതാണ് കുടിക്കാനായിട്ട്. ശരീരത്തിനൊക്കെ നല്ല എല്ലിന് ബലം കിട്ടാനും അങ്ങനെയൊക്കെ നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കഴിയുന്നവരൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ ശ്രമിക്കാം. അപ്പം നമ്മൾ ചക്കരയൊക്കെ നല്ലവണ്ണം ഉരുകിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഉലുവയിലേക്ക് ഒഴിച്ചെടുക്കാം. അപ്പം ഉലുവ ഞാൻ അടുപ്പിലേക്ക് തന്നെ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഉരുക്കി വെച്ച് ശർക്കര ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. നല്ലോണം ഇളക്കി കൊടുക്കാം. നന്നായി ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് നോക്കാം. ഇപ്പൊ നല്ലോണം ഉലുവയും ശർക്കരയും കൂടി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചിരകി വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആ എന്താ ടേസ്റ്റ്! ഇപ്പോൾ നമ്മൾ ഉലുവക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. തേങ്ങയും ശർക്കരയും ഉലുവയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി കുറച്ചൊന്ന് ചൂടാറി ചെറു ചൂടോടെ, ചെറിയൊരു ചൂടോട് കൂടി കഴിക്കാനാണ് ഇത് ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ ഉലുവക്കഞ്ഞിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചെറിയ ചൂടാറിയതിന് ശേഷം നമുക്ക് കുടിച്ച് നോക്കാം, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. അപ്പോൾ കാക്ക പള്ളിയിൽ പോകാൻ നേരം നമ്മൾ ഉലുവക്കഞ്ഞി കൊടുത്തിട്ടുണ്ട്. കുടിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയട്ടെട്ടാ, എങ്ങനെ ഉണ്ടെന്ന് പറയും. അപ്പൊ സെറ്റ് ഉലുവക്കഞ്ഞി സെറ്റ് കാക്ക കുടിച്ചിട്ടുണ്ട്. കുടിച്ച് കാക്ക പള്ളിയിൽ പോവും. ഇനി ഉമ്മാക്ക് കൊടുത്തു നോക്കാം. അടുത്തത് ഉമ്മാക്ക് കൊടുത്തിട്ടുണ്ട്. ഉമ്മ കുടിച്ചിട്ട് എന്താ പറയുന്നത് നോക്കട്ടെ ട്ടാ. അടിപൊളി. എന്നാലും ഉമ്മ നല്ല അഭിപ്രായം പറഞ്ഞിക്കണേ. എല്ലാരും ഉണ്ടാക്കി കുടിച്ചോളിട്ടാ. നല്ല മഴ പെയ്യുന്നുണ്ട്. നല്ല മഴയും നല്ല ചൂടുള്ള ഉലുവക്കഞ്ഞും അടിപൊളിയാണ്. ഈ സമയത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സാധനമാണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഉലുവക്കഞ്ഞിന്റെ അഭിപ്രായം പറയും? വെള്ളം കുറച്ച് കൂടി എന്നുള്ള പരാതി. എന്തായാലും ഉമ്മ ഉലുവക്കഞ്ഞി കുടിച്ച് കഴിഞ്ഞ് പാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഉമ്മ ഓതിക്കോട്ടെ. ഉമ്മ ഓത്തും നിസ്കാരമൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. നമ്മൾ ബുദ്ധിമുട്ടിക്കണില്ല. അപ്പൊ
അപ്പോൾ ഉലുവക്കഞ്ഞിയൊക്കെ കുടിച്ച് പുറത്ത് നല്ല മഴയാണ്. കാക്ക പള്ളിയിൽ പോവാൻ നിൽക്കുകയാണ്. അപ്പം നമ്മൾ ഫസ്റ്റത്തെ വീഡിയോ ആണ്. നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ, ഒരുപാട് പോരായ്മകൾ ഉണ്ടെന്ന് അറിയാം, എങ്കിലും പോരായ്മകൾ ഉള്ളത് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാം. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. ടാറ്റാ, ബൈ ബൈ.